ഹായ്, നിങ്ങളുമായി റിലേഷനിലായവരുടെ അടുത്ത് നിന്നും ഒരു വിലയും ലഭിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അവർ എപ്പോഴും നിങ്ങളെ അവഗണിക്കുകയാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിലും, നിങ്ങൾ ഇപ്പോൾ ഉള്ള ബന്ധത്തിൽ നിന്നും പടിയിറങ്ങാറായി എന്നോർക്കുക. അത്തരം റിലേഷനുകൾ അവിടെ ഉപേക്ഷിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങളുമായി ബന്ധത്തിലേർപ്പെട്ടവരുടെ വാക്കുകളിൽ വിശ്വാസമില്ലായ്മ വന്നാൽ പിന്നീട് അവരെ വിശ്വസിക്കാതിരിക്കുക. എങ്ങനെയെന്ന് വെച്ചാൽ, അവർ പറഞ്ഞതൊന്നും ഒരിക്കലും പൂർത്തിയാക്കുന്നില്ല, അല്ലെങ്കിൽ ആ വാക്കുകൾ പാലിക്കാനുള്ള ഒരു ശ്രമം പോലും ആ ഭാഗത്ത് നിന്നുണ്ടാവുന്നില്ല. അതുമല്ലെങ്കിൽ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞതിനെ അവർ ഒട്ടും വില കൊടുക്കാതെ ഓരോ സാഹചര്യങ്ങൾ തൽക്കാലത്തേക്ക് പറയുന്ന ഒരു വെറും വാക്കായിട്ട് മാത്രമാണ് അവരതിനെ കാണുന്നതെങ്കിൽ, അതവർ മനഃപൂർവ്വം മറന്നു കളയുന്നവരാണെങ്കിൽ, അങ്ങനെ ഒരു വാക്ക് പറഞ്ഞതിനെ ഓർക്കുന്നു പോലുമില്ലാത്ത ഒരു ആൾക്കാരാണെങ്കിൽ, ഇതവർ സ്ഥിരമായിട്ട് ഇങ്ങനെ തന്നെ ആണെങ്കിലും നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള സമയമായി. ഒരു വിലയുമില്ലാത്ത അവർ പറയുന്ന ഇത്തരം വാക്കുകൾ, വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടാനുള്ളതല്ല. അത് പറയുന്നതിൽ ഒരു നന്മ പോലും അവരുദ്ദേശിക്കുന്നുമില്ല. ഇനി നിങ്ങളുടെ ഒരു ചെറിയ ആവശ്യത്തിന് പോലും അവരോട് പല തവണകളായി യാചിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ, യാചിച്ചിട്ട് പോലും നടത്തിത്തരാൻ പറ്റിയ സാഹചര്യമായിട്ടും അതവർ നടത്തി തരുന്നില്ലെങ്കിൽ, അവർക്കതിനാവൂല, വയ്യ എന്നൊക്കെയാണെങ്കിലും അടുത്ത വണ്ടി പിടിക്കാൻ നേരമായി. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് നിങ്ങളുടെ മാനവും അഭിമാനവും കാത്തു സംരക്ഷിക്കാത്ത ഒരാളാണ് നിങ്ങളുടെ റിലേഷനിലുള്ളത് എങ്കിൽ, ഈ സ്റ്റോപ്പിൽ തന്നെ ഇറങ്ങിക്കോളൂ. നിങ്ങളുടെ ആത്മാഭിമാനത്തിന് വെറും പുല്ലുവില കൊടുക്കുന്നവരുമായി ഒത്തുപോകാൻ വളരെയധികം പ്രയാസമാണ്. ഇപ്പോൾ തന്നെ വണ്ടി നിർത്തി ചാടി ഇറങ്ങിക്കോണം. സ്നേഹം എന്നത് അവർക്ക് ആവശ്യമുള്ളപ്പോൾ പുറത്തു വരുന്ന ഒന്നാണെങ്കിൽ, അതായത് അവർക്ക് കാണാൻ തോന്നുമ്പോൾ കാണുക, അവർക്ക് മിണ്ടാൻ തോന്നുമ്പോൾ മിണ്ടുക, ഇങ്ങനെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു ബന്ധത്തിലാണ് നിങ്ങളെങ്കിൽ ഒന്നും ചിന്തിക്കേണ്ട. ഈ ബന്ധം ശാശ്വതമല്ല, ഏറെക്കാലം മുന്നോട്ട് പോവുകയുമില്ല. നിങ്ങളുടെ അസാന്നിധ്യത്തിലും ഏറെ നാൾ അവർ ഹാപ്പിയാണെങ്കിൽ, നിങ്ങൾക്ക് അവരില്ലാതെ മാനസികമായി ഒന്ന് സന്തോഷിക്കാൻ പോലും പറ്റുന്നില്ലെങ്കിലും ഓർക്കുക, നിങ്ങളുടെ സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ കീ അവരുടെ കയ്യിലാണ്. നിർബന്ധമായും അത് തിരികെ വാങ്ങിക്കുക. അല്ലാത്ത പക്ഷം ഒരിക്കലും നിങ്ങൾക്ക് സ്വസ്ഥതയും സമാധാനവും കിട്ടില്ല. നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കുമ്പോഴും സമയം ചെലവഴിക്കുന്നതും അത് അവരുടെ സാന്നിധ്യത്തിലായിരിക്കുമ്പോൾ നിങ്ങൾക്കതിന് ഊർജ്ജം നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മനസ്സിനും ശരീരത്തിനും ക്ഷീണം മാത്രമാണ് കിട്ടുന്നതെങ്കിലും, അവരുടെ ബന്ധനത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. ഇനി അവർ പറയുന്ന കള്ളത്തരങ്ങളും നുണകളും പിടിക്കപ്പെട്ടിട്ടും വീണ്ടും വീണ്ടും അവരത് തുടരുകയാണെങ്കിൽ, അതിലൊക്കെയും നിങ്ങൾ ക്ഷമിച്ചിട്ടും അവസരങ്ങൾ കൊടുത്തിട്ടും മാറ്റമൊന്നുമില്ലെങ്കിലും ചിന്തിക്കുക, അവരോട് ക്ഷമിക്കുന്നതിലൂടെ നിങ്ങൾ നിങ്ങളെ തന്നെ പറ്റിക്കുകയാണ്. എല്ലാം അറിഞ്ഞിട്ടും സ്വന്തം മനസ്സിനെയും മനസാക്ഷിയെയും പറ്റിക്കുകയാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ പേരിൽ സ്വന്തം മനസ്സിൻ്റെ സന്തോഷങ്ങൾ ഇല്ലാതാകുന്നുണ്ടെങ്കിൽ, ഇത്തരം ബന്ധങ്ങൾ അവസാനിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇനി നിങ്ങൾ അവരുമായി കൂടിയിരിക്കുമ്പോൾ മനസ്സിൽ ഒരു സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നില്ലെങ്കിൽ, നിങ്ങളെ ഈ സമയം വല്ലാതെ അസ്വസ്ഥതയും പിരിമുറുക്കവും നൽകുന്നുണ്ടെങ്കിലും, ഇത്തിരി പോലും ആശ്വാസം നൽകുന്നതല്ലെങ്കിലും, ബന്ധത്തിന് ഫുൾ സ്റ്റോപ്പ് ഇടാൻ സമയമായി. എത്രയൊക്കെ അവർക്ക് വേണ്ടി ക്ഷമിച്ചാലും മാപ്പ് കൊടുത്താലും ചെയ്ത തെറ്റുകൾ തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണെങ്കിൽ, കുറ്റബോധമില്ലാത്ത മനസ്സാണ് അവരുടേത് എങ്കിലും നിങ്ങൾ ഇത് നിർത്തുക. നിങ്ങൾ ഈ ബന്ധം തുടരേണ്ടതില്ല. ഇനിയും അവസരങ്ങൾ കൊടുക്കാൻ നിൽക്കാതെ സ്വന്തമായി തിരിഞ്ഞു നടന്ന് രക്ഷപ്പെടുന്നതാണ് ബുദ്ധി. ആരിലും ഒരു പരിധിക്കപ്പുറം അടുക്കാതിരിക്കുക. സ്വന്തം സന്തോഷത്തിന് വേണ്ട കാര്യങ്ങൾ സ്വന്തമായി കണ്ടെത്തുക. തിരഞ്ഞെടുത്ത വഴി ഉചിതമല്ലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ വഴിയിൽ നിന്നും പിന്തിരിഞ്ഞ് നടക്കുക. അതിലൂടെ സഞ്ചരിക്കാതിരിക്കുക. മൂർഖൻ പാമ്പ് എത്ര തവണ തൊലിയുരിഞ്ഞാലും മൂർഖൻ പാമ്പ് തന്നെയാണ്. അതിൻ്റെ വിഷത്തിനോ ഇനത്തിനോ ഒരു മാറ്റം വരുന്നില്ല എന്ന് ഓർക്കുക. ബൈ മോട്ടിവേഷൻ മലയാളം.